ജയന്തിലാൽ ഒരു വ്യാപാരിയാണ്. അദ്ദേഹത്തിന് നഗരത്തിൽ ഒരുപാട് കടകളുണ്ട്. എല്ലാ കടകളിൽ നിന്നും അദ്ദേഹത്തിന് വാടക കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് നോക്ക് ഭവാനി, ഞാൻ എന്താ വിചാരിക്കുന്ന വെച്ചാൽ നമ്മൾ ആ ഗാലിയായ സ്ഥലത്ത് ഒരു ഭക്ഷണമുള്ള കട പോലെ ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളുടെ ആലോചന കൊള്ളാമല്ലോ. നമ്മൾ വേഗം തന്നെ ആരെങ്കിലും തേടിയേ പറ്റുള്ളൂ. നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാള് നമുക്ക് വേണം. എനിക്കൊരു സ്ത്രീയെ അറിയാമല്ലോ. അവര് വിധവയാണ്. പക്ഷെ അവര് ചെയ്യുന്നത് പോലെ തൈർ കച്ചോടി ആരും തന്നെ ചെയ്യില്ല. അത് അത്രയ്ക്ക് രുചിയുള്ളതാണ്. അതാരെങ്കിലും കഴിച്ചാൽ കസ്റ്റമേഴ്സിന് ഒരുപാട് ഇഷ്ടമാകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കടയില് അവരെ കൊണ്ട് തൈര് കച്ചോറി ഉണ്ടാക്കാൻ പറ്റുമോ? അവര് ഈ ഗ്രാമത്തിലാണുള്ളത്. അവർക്കൊരു മകനുമുണ്ട്. അവരിവിടെ വരാനായി സ്ഥലം നോക്കിക്കൊണ്ടിരിക്കയാ. അതുകൊണ്ട് തീർച്ചയായും അവർ നമുക്ക് ജോലി ചെയ്യും. ശരി, എന്നാ നീ അവരുടെ അടുത്ത് പറയൂ. നമുക്ക് വരുന്ന വരുമാനം നമുക്ക് പകുതി പകുതി ചെയ്തോളാം. പിന്നെ നമുക്ക് നോക്കാം. ശരി. അടുത്ത ദിവസം ഭവാനി അവരുടെ ഗ്രാമത്തിലേക്ക് പോയി സീതയെ കാണാൻ വേണ്ടി. അല്ല, നിങ്ങളോ? വരൂ വരൂ. നിങ്ങൾക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്. നിങ്ങൾക്കോ? നിങ്ങൾക്ക് ഏറ്റതുപോലെ ഒരു ജോലിയുണ്ട്. ശരി ശരി, പറയൂ. നിങ്ങളുടെ തൈർ കച്ചോടിയെ കുറിച്ച് ഗ്രാമത്തിൽ എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ആലോചിച്ചു നഗരത്തിലുള്ള ഞങ്ങളുടെ കടയിൽ തൈർ കച്ചോരി ചെയ്തു വിൽക്കാമെന്ന്. എത്ര വരുമാനം വരുന്നോ അത് രണ്ടുപേരും പിരിക്കാം. ഹാ, വളരെ നല്ലത്. എനിക്ക് സമ്മതമാണ്. പക്ഷെ നഗരത്തിൽ ഞാൻ എവിടെ താമസിക്കും? അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ മകനെയും കൊണ്ട് നഗരത്തിലേക്ക് വരൂ. ശരി. സീത തനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഭവാനിയോടൊപ്പം നഗരത്തിലേക്ക് ചെന്നു. അവിടെ ഭവാനി സീതയ്ക്കായി ഒരു റൂം നൽകി. സീതയും അവളുടെ മകനും ആ വീട്ടിലാണ് താമസിച്ചിരുന്നത്. കടയിൽ കച്ചോരി ചെയ്യാനും വിൽക്കാനുമുള്ള ഏർപ്പാടുകളെല്ലാം തന്നെ കഴിഞ്ഞു. സീതയും അവളുടെ മകനും ചേർന്ന് കച്ചോരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഭവാനി കൗണ്ടറിലിരുന്ന് കാശ് വാങ്ങിക്കും. ഒരു കസ്റ്റമർ തൈർ കച്ചോരി വാങ്ങി. എന്നിട്ട് അത് ടേസ്റ്റ് ചെയ്തു നോക്കി. ചേച്ചി, ഈ തൈര് കച്ചോറി വളരെ നന്നായിട്ടുണ്ട്. അതെ അതെ, എനിക്കറിയാം. സീത ചെയ്യുന്ന തൈർ കച്ചോരി ഒരുപാട് കസ്റ്റമേഴ്സിന് ഇഷ്ടമായിരുന്നു. ഒരു മാസത്തിന് ശേഷം ഭവാനി ലാഭം എണ്ണുകയായിരുന്നു. വന്ന വരുമാനത്തിൽ പാതി സീതയ്ക്ക് അവൾ നൽകി. വളരെ നന്ദി ചേച്ചി. ശരി. പാതി വരുമാനം വാങ്ങിയിട്ട് ഭവാനി അവളുടെ വീട്ടിലേക്ക് വന്നു. ഇതാ ഈ മാസത്തെ വരുമാനം. ഇത്രയും ലാഭവും കാശുണ്ടോ? കസ്റ്റമേഴ്സിനൊക്കെ സീതയുടെ കൈകൊണ്ട് ചെയ്ത ആ തൈർ കച്ചോരി ഒരുപാട് ഇഷ്ടമായി. നല്ല കാര്യം തന്നെ. സീതയും അവളുടെ മകനും രണ്ടുപേരും ചേർന്ന് തൈർ കച്ചോരി ചെയ്ത് വിറ്റുകൊണ്ടേയിരുന്നു. പിന്നെ ഭവാനി കൗണ്ടറിലിരുന്ന് കാശ് എണ്ണിക്കൊണ്ടേയിരുന്നു. എല്ലാ മാസവും ഭവാനി കിട്ടുന്നതിൽ പാതി ഷെയർ സീതയ്ക്ക് നൽകി. കുറെ മാസങ്ങൾ ഇതുപോലെ കടന്നുപോയി. ഒരു ദിവസം ജയന്തിലാലിന്റെ മനസ്സിൽ ഒരു ആലോചന തോന്നി. ദിവസങ്ങൾ പോകുന്തോറും നമ്മുടെ വരുമാനം അധികരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതും ശരിയാണ്. പക്ഷെ അതിൽ വരുന്ന വരുമാനം നമുക്ക് പകുതിയിലേ വരുന്നുള്ളൂ. അതിലെന്ത് ചെയ്യാൻ പറ്റും? സീതയുടെ കൈകളിൽ അത്ഭുതമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ തൈർ കച്ചോരി ഇത്രയ്ക്കും വിൽക്കുന്നത്. നമ്മൾ എന്തിനാ സീതയ്ക്ക് പങ്കിന് പകരം ശമ്പളമായിട്ട് കൊടുത്തൂടെ? എന്നാ നമുക്ക് പങ്ക് ഇന്നും കുറെ കിട്ടുമല്ലോ. അതും ശരിയാണ്. ഞാൻ ഇന്ന് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഭവാനി സീതയെ കാണാനായി വന്നു. എന്തു പറ്റി ചേച്ചി? എന്താ പെട്ടെന്ന് ഇവിടെ? സീത, ഇപ്പോഴേക്ക് സാധനങ്ങളുടെ വില അധികമായിരിക്കുന്നു. നിനക്കറിയാമെന്ന് തോന്നുന്നു. ആ കട എന്തായാലും എന്റേതാണ്. പക്ഷെ എനിക്ക് വരുമാനം വളരെ കുറച്ചാണ് കിട്ടുന്നത്. അതുകൊണ്ട് എന്താണ് ഞാൻ ആലോചിക്കുന്നതെന്നാൽ നിനക്ക് ഞാൻ ദിവസവും ശമ്പളം തരാം. ദിവസവും 300 രൂപ. ചേച്ചി, പക്ഷെ നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്യാമെന്നല്ലേ സംസാരിച്ചത്? ഇപ്പൊ എന്താ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നേ? എനിക്കെന്തോ നിനക്ക് അത്യാഗ്രഹം വന്നെന്ന് തോന്നുന്നു. അത്യാഗ്രഹം വന്നത് എനിക്കല്ല, നിങ്ങൾക്കാണ് ചേച്ചി. ഇപ്പോൾ ടയർ കച്ചോരി അധികം വിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാശ് എടുക്കാൻ വേണ്ടി എനിക്ക് വളരെ കുറച്ച് കാശ് തരാൻ ആഗ്രഹിക്കുന്നു. എന്നോട് നീ എതിർത്ത് സംസാരിക്കുകയാണോ? എല്ലാം എന്റെ തെറ്റാണ്. നിന്നെ പാവം നോക്കി ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ? താമസിക്കാൻ വീടും ജോലിയും ഒക്കെ നൽകിയില്ലേ? ഇതിൽ എന്റെ തെറ്റ് എന്താണുള്ളത്? ഞാൻ എനിക്ക് വരാനുള്ള കാശല്ലേ ചോദിച്ചത്. ദിവസവും ഞാനും എന്റെ മകനും കടയിൽ ജോലി ചെയ്യുന്നുണ്ട്. പാതി വരുമാനം ഞങ്ങളുടെ അവകാശമല്ലേ? ഇപ്പോ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോ. ഞാൻ വേറെ ആരെങ്കിലും ജോലിക്ക് വെച്ചോളാം.
സീതയും ശ്യാമും അപ്പോൾ തന്നെ ആ വീട്ടിൽ നിന്നും പുറത്തുപോയി. അവർ നടന്ന് നടന്ന് ഒരു പാർക്കിന്റെ അടുത്തെത്തി. സീത പാർക്കിന്റെ ബെഞ്ചിൽ കയറിയിരുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഗ്രാമത്തിലേക്ക് പോയേ പറ്റൂ. അമ്മേ, നമുക്ക് സ്വന്തമായിട്ട് തൈര് കച്ചോറി കട വെച്ചൂടെ? നമ്മളടുത്ത് കുറച്ച് കാശുണ്ടല്ലോ. അതും ശരിയാണ്, പക്ഷെ നമുക്ക് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണ്ടേ? നമുക്ക് നോക്കാം അമ്മേ. സീതയ്ക്കും ശ്യാമിനും ഒരു ചെറിയ വീട് വാടകയ്ക്ക് കിട്ടി. പിന്നെ ബാക്കിയുണ്ടായിരുന്ന കാശിൽ അവർ ചെറിയ ഒരു തള്ളുവണ്ടിയും വാങ്ങി. ആ തള്ളുവണ്ടിയിൽ അവർ തൈർ കച്ചോരി ചെയ്തു വിൽക്കാനും തുടങ്ങി. ഒരു തൈര് കച്ചോറി തരൂ. ഇപ്പൊ തന്നെ തരാം. സീതയുടെ കടയിലേക്ക് കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. വന്നവരൊക്കെ ആ തൈർ കച്ചോരിയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ട് പോയി. ചേച്ചി, നിങ്ങളുടെ തൈർ കച്ചോരി നല്ല ടേസ്റ്റ് ആണ്. വളരെ നന്ദി. ഞാൻ ദിവസവും കഴിക്കാൻ വരും. ശരി, തീർച്ചയായും വരൂ. ആദ്യത്തെ ദിവസം തന്നെ അവർക്ക് ഒരുപാട് വരുമാനം കിട്ടി. ഈ കാശ് ഭവാനി ചേച്ചി നൽകുന്ന പാതി വരുമാനത്തെക്കാളും വലുതാണ്. ഇത് മൊത്ത കാശും നമുക്കാണമ്മേ. ഹാ, ഇതുപോലെ വരുമാനം കിട്ടിയാൽ നമ്മുടെ എല്ലാ കഷ്ടവും ശരിയാകുമോനെ. സീതയും ശ്യാമും ദിവസവും അവരുടെ തള്ളുവണ്ടിയിൽ തൈർ കച്ചോരി വിറ്റുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ തോറും അവരുടെ കസ്റ്റമേഴ്സ് അധികരിച്ചുകൊണ്ടേ വന്നു. സീതയും ശ്യാമും വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഇത് കാരണം അവരുടെ വരുമാനം ഒരുപാട് അധികരിച്ചു. മറുവശത്ത് ഭവാനി അവരുടെ കടയിൽ വേറൊരു സ്ത്രീയെ ജോലിക്കായി വെച്ചു. ചേച്ചി, ഞാൻ പറയാന്ന് തെറ്റായി വിചാരിക്കരുത്. ഈ തൈര് കച്ചോറി സ്വാദേ ഇല്ലട്ടോ. കഴിക്കുന്നെങ്കിൽ കഴിക്ക, അല്ലെങ്കിൽ പോ. ഒരു വശത്ത് അവർ ചെയ്യുന്ന കച്ചോരിയും കൊള്ളത്തില്ല, മറ്റൊരു വശത്ത് അവർ കസ്റ്റമേഴ്സിനോട് പെരുമാറുന്ന രീതിയും കൊള്ളത്തില്ല. പിന്നെ ഇക്കാരണങ്ങൾ കൊണ്ട് അവരുടെ വ്യാപാരം തീരെ കുറഞ്ഞുപോയി. ഒരു മാസത്തിൽ തന്നെ കച്ചവടം തീരെ കുറഞ്ഞുപോയി. ഇപ്പോൾ ഭവാനിക്ക് വരുമാനം മാത്രമല്ല, ഇട്ട കാശ് പോലും തിരിച്ചു കിട്ടിയില്ല. ഈ മാസവും ഒരു വരുമാനവും വന്നില്ല. എനിക്കെന്താ തോന്നുവെച്ചാൽ നീ കച്ചോരി വ്യാപാരം പൂട്ടിക്കഴിയുന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആ കട വാടകയ്ക്ക് വിട്ടിട്ടെങ്കിൽ കുറച്ച് കാശ് ഉണ്ടാക്കാമായിരുന്നു. നിനക്ക് മനസ്സിലായോ? അതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ഭവാനിയുടെ തൈർ കച്ചോരി കട മൂടപ്പെട്ടു. മറുവശത്തെ സീതയും ശ്യാമും ഒരുപാട് കഷ്ടപ്പെട്ട് അവർ സ്വന്തമായി ഒരു കട ഓപ്പൺ ചെയ്തു. സീതയും ശ്യാമും കഷ്ടപ്പെട്ടത് വെറുതെയായില്ല. പിന്നെ അത്യാഗ്രഹിയായ ജയന്തിലാലിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അതിനുള്ള ശിക്ഷ ലഭിച്ചു. അവരുടെ തൈർ കച്ചോരി കട മൂടപ്പെട്ടു. ഇതിനാണ് പറയുന്നത് അത്യാഗ്രഹികൾക്ക് ഉള്ളതും നഷ്ടപ്പെടുമെന്ന്. ഒരുപക്ഷെ ജയന്തിലാലും ഭവാനിയും നേരായ രീതിയിൽ സീതയ്ക്ക് അവരുടെ പങ്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അവരുടെ വരുമാനവും ഒരുപാട് അധികരിക്കുമായിരുന്നു. പക്ഷെ അത്യാഗ്രഹം കാരണം അവരെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. കുസുമിന് തന്റെ ഭർത്താവിനെ നഷ്ടമായി. അവർക്ക് ഉള്ളത് കൃണാൽ എന്നൊരു മകനാണ്. അവർ അവനോടൊപ്പമാണ് ജീവിക്കുന്നത്. അവർ കൃണാലിനെ വളരെ സ്നേഹത്തോടെ വളർത്തി. ഇപ്പോൾ അവന് കല്യാണപ്രായവുമായി. ഒരിക്കൽ കൃണാൽ ഓഫീസിൽ നിന്നും വന്നപ്പോൾ കുസും അവനോട് പറഞ്ഞു, കൃണാൽ, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഹാ, പറയൂ. നീ കയ്യും കാലും കഴുകിയിട്ട് കഴിക്കാനിരിക്കെ, അപ്പോൾ പറയാം. ശരിയമ്മേ, അമ്മ കഴിക്കണ്ട, എന്നിട്ട് സംസാരിക്കാം. കുസും നല്ല ചൂടുള്ള ഭക്ഷണം വിളമ്പിക്കൊടുത്തു. അപ്പോൾ കൃണാൽ കയ്യും കാലും കഴുകി ആ ഭക്ഷണം കഴിക്കാനും ഇരുന്നു. അവൻ ഒരു പ്ലേറ്റ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ രുചിയേറിയ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പ്ലേറ്റിൽ നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഫോട്ടോസും ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്താ അമ്മേ? ഇത്രയും ഫോട്ടോസ് ഈ പ്ലേറ്റിൽ എന്തിനാ അമ്മേ? ഞാൻ ഇതിനെക്കുറിച്ചാ സംസാരിക്കാൻ വന്നത്. ഇത് പെൺകുട്ടികളുടെ ഫോട്ടോസാ. ഇതില് നിനക്ക് ആരെയാ ഇഷ്ടപ്പെട്ടെന്ന് നീ പറ. അമ്മേ, എനിക്ക് കല്യാണം കഴിക്കാൻ ഒരാഗ്രഹവുമില്ല. എന്തിനാ അമ്മേ നിർബന്ധിക്കുന്നത്? കല്യാണം കഴിക്കില്ല എന്ന് എപ്പോൾ നോക്കിയാലും നീ പറയുക. ഇപ്പോൾ നിനക്ക് കല്യാണപ്രായമായി. എനിക്കും മരുമകളെയും കൊച്ചുമക്കളെയും കാണണ്ടേ? എന്റെ കൂട്ടുകാരികൾ എല്ലാവരും മുത്തശ്ശിമാരായി. എന്നാൽ ഞാൻ ഇപ്പോഴും നിനക്ക് വേണ്ടി വീട്ടുജോലി ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കല്യാണം വേണ്ട. ഞാൻ എന്റെ കൂട്ടുകാരികളോടൊപ്പം ഇരിക്കുമ്പോൾ അവർ അവരുടെ മരുമക്കളെ കുറ്റം പറയും. എന്നാൽ എനിക്ക് മരുമകളെ ഇല്ലല്ലോ. ഞാൻ ആരെ കുറ്റം പറയാനാ? അങ്ങനെയാണോ? അമ്മയ്ക്ക് വഴക്കുണ്ടാക്കാനാണോ മരുമകളെ വേണ്ടത്? അയ്യോ, അതല്ലടാ. എനിക്ക് നിന്റെ സന്തുഷ്ടമായ കുടുംബത്തെയാ കാണേണ്ടത്. നിന്റെ അച്ഛൻ പോയതിനു ശേഷം എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. നിനക്കൊരു ജീവിതമായി കഴിഞ്ഞാൽ
ഞാൻ നിന്റെ അച്ഛന്റെ അടുത്ത് സന്തോഷത്തോടെ അടുത്ത ദിവസം പോയാലും എനിക്ക് വിഷമമേ കാണില്ല. അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ ശരി, ഓക്കെ, ഞാൻ കല്യാണം കഴിക്കാം. അമ്മ ഇനി അതോർത്ത് വിഷമിക്കണ്ട. ആ കണ്ണ് തുടക്കേ. കൃണാൽ കല്യാണത്തിന് സമ്മതം മൂളി. അപ്പോൾ കുസും കൃണാലിന് വേണ്ടി ഒരു നല്ല പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണവും നടത്തിക്കൊടുത്തു. എന്നാൽ കൃണാലിനും കുസുമിനും അറിയാത്ത ഒരു കാര്യമെന്തെന്നാൽ കാണാൻ ആ പെൺകുട്ടിക്ക് ഭംഗിയുണ്ടായിരുന്നാലും അവളുടെ മനസ്സ് വളരെ മോശമായിരുന്നു. മരുമോളെ, ഉച്ചയാകാൻ പോകുന്നു, ഇപ്പോഴെങ്കിലും എണീക്ക്. എന്താ ഇത്, സമാധാനമായിട്ട് ഉറങ്ങാൻ വിടുമോ? ശരി, ഉച്ചയായി, അതുകൊണ്ടിപ്പോൾ എന്താ? അത് എന്നും അങ്ങനെയല്ലേ? എനിക്ക് എപ്പോഴും ലേറ്റായി എഴുന്നേൽക്കുന്നതാ ശീലം. അമ്മേ, എനിക്ക് വേണ്ടി ചായ എടുത്തോണ്ട് വാ, എനിക്ക് ബെഡ് ചെയ്യാ ശീലം. കുസും പിങ്കിയുടെ ഈ പെരുമാറ്റം കണ്ട് ഒരുപാടധികം വിഷമിച്ചു. പിങ്കി അവളുടെ അമ്മായിയമ്മയെ ഒരു അമ്മയെപ്പോലെ അല്ലെങ്കിലും അമ്മായിയമ്മയെ പോലെയും കണക്കാക്കിയില്ല. പാവം, ദിവസം മുഴുവനും കുസുമാണ് വീട്ടുജോലികൾ ചെയ്തത്. പിങ്കി ഒരു ഗ്ലാസ് പോലും എടുത്തു വെക്കില്ലായിരുന്നു. ഈ രാത്രി സമയം നീ എവിടെ പോകുക? വീട്ടിലെ മരുമകൾ ഈ രാത്രിയിൽ ഇറങ്ങി പോകുന്നത് അത്ര നല്ലതല്ല മോളെ. ഓ മോം, ഞാൻ വെളിയിൽ പോകുമ്പോൾ തടയണ്ടാന്ന് അമ്മയോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. എന്റെ ദിവസം തുടങ്ങുന്നത് തന്നെ രാത്രിയിലാ. അതിന് ഞാനെന്ത് ചെയ്യാനാ? ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഡിസ്കോയ്ക്ക് പോകുക. കൃണാൽ 2 ദിവസത്തേക്ക് വെളിയിൽ പോയിരിക്കുക. എനിക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നു. അതുകൊണ്ടാ ഞാൻ ഡിസ്കോയ്ക്ക് പോകുന്നത്. ഡിസ്കോയോ? എന്നാൽ അത്... അമ്മേ, അമ്മ എന്റെ ജീവിതത്തിൽ തലയിടണ്ട. പിങ്കി മുഖത്തടിച്ചതുപോലെ വർത്തമാനം പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. ഒരു നല്ല മരുമകളെ കിട്ടിയെന്ന് കരുതിയപ്പോൾ ഇങ്ങനെ ഒരു മരുമകളാണല്ലോ കിട്ടിയതെന്ന് കരുതി അവർ മനസ്സിനുള്ളിൽ വേദനിച്ചു. എന്നാൽ ഈ കാര്യം അവരുടെ മകനോട് പറഞ്ഞതേയില്ല. അമ്മേ, ഇന്ന് വൈകുന്നേരം എന്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. കുസും എല്ലാവർക്കു വേണ്ടിയും പൂരി, കച്ചോടി, ഹൽവ, പിന്നെ പായസവും ഉണ്ടാക്കി. അത് കണ്ടതും പിങ്കി ദേഷ്യത്തോടെ തന്റെ അമ്മായിയമ്മയെ വഴക്കു പറഞ്ഞു. ഇതെന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇത്ര ഓയിലിയും സ്പൈസിയും? പിങ്കി, ആരാ ഇത്? ഇതെന്റെ മെയ്ഡാ. പിങ്കി, ഇന്ന് നീ നിന്റെ എല്ലാ അതിർത്തികളും മറികടന്നു. ഞാൻ നിന്റെ എല്ലാ പ്രവൃത്തികളും സഹിച്ചു. അതെല്ലാം നീ അനുകൂലമാക്കി. നിന്റെ ഫ്രണ്ട്സിനോട് അങ്ങനെ ഇഷ്ടത്തിന് പറയാൻ പാടില്ല. ഞാനിവരുടെ മെയ്ഡൊന്നുമല്ല, അമ്മായി അമ്മയാ. അമ്മേ, നിങ്ങൾ എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ എന്നെ അപമാനിക്കുന്നു. ഞാനൊരു പക്ഷേ നിന്നെ അപമാനിച്ചിരുന്നാലും പിന്നെ എന്റെ ഭക്ഷണം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അപ്പോൾ ഞാൻ നിന്റെ ഫ്രണ്ട്സിന്റെ മുൻപിൽ വെച്ച് തന്നെ ഒരു ചാലഞ്ച് തരാം. നീ ഞാനുണ്ടാക്കിയ ബാഹുബലി കച്ചോടി കഴിച്ചു കാണിക്കേ. നീ എന്റെ ബാഹുബലി കച്ചോടി മുഴുവനായി കഴിച്ചാൽ ഞാൻ നീ പറയുന്നതെല്ലാം അനുസരിക്കാം. എന്നാൽ ഒരുപക്ഷെ നിനക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം. ഞാൻ ചാലഞ്ചിന് റെഡിയാ. കുസുമിനും പിങ്കിക്കും ഇടയിൽ മത്സരം തന്നെ തുടങ്ങി. കുസും കിച്ചണിനുള്ളിൽ പോയി ബാഹുബലി കച്ചവടി ഉണ്ടാക്കി എടുത്തുകൊണ്ടുവന്നു. പിങ്കിയുടെ ഫ്രണ്ട്സ് എല്ലാവരും പിങ്കി ഈ ബാഹുബലി കച്ചവടി കഴിച്ചു തീർക്കുമോ ഇല്ലയോ എന്ന് വളരെ ആകാംക്ഷയോടെ നോക്കിയിരുന്നു. എല്ലാവരും ഒരു സ്ഥലത്തിൽ പോയിരുന്നു. അപ്പോൾ പിങ്കി ബാഹുബലി കച്ചവടി കഴിക്കാനും തുടങ്ങി. പിങ്കി, ഇതാ എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ബാഹുബലി കച്ചോടി. ഇനി നീ ഈ വീട്ടിൽ കാണുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ ഇതാണ് നിന്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. അത്രയുള്ളൂ? ശരി, ഇതിൽ ഒരു കണ്ടീഷൻ കൂടെ ആഡ് ചെയ്യാം. ഒരുപക്ഷെ ഈ ബാഹുബലി കച്ചോടി ഞാൻ കഴിച്ചു തീർത്താൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്നും പുറത്തു പോകണം. ഞാൻ സമ്മതിച്ചു. പിങ്കി ബാഹുബലി കച്ചവടി കഴിക്കാൻ വേണ്ടി റെഡിയായി. അവൾ കഴിക്കാൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ അവൾക്ക് അത് കഴിക്കാനേ പറ്റിയില്ല. പിങ്കിയുടെ ഫ്രണ്ട്സ് എല്ലാവരും അവളെ ഒരുപാട് എൻകറേജ് ചെയ്തു. എന്നാൽ പിങ്കി തോറ്റുപോയി. അയ്യോ, എനിക്ക് ഈ കച്ചോടി കഴിക്കാനേ പറ്റുന്നില്ല. ഈ ബാഹുബലി കച്ചോടി വളരെ വലുതാ. ഇതിപ്പോൾ എങ്ങനെ കഴിക്കണമെന്ന് ഒരു പിടുത്തവുമില്ല. ഇതിനു പകരം തോൽവി സമ്മതിക്കുന്നതാ നല്ലത്. പിങ്കി തന്റെ തോൽവി സമ്മതിച്ച് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തുടങ്ങി. എന്നാൽ കുസും അവളെ തടഞ്ഞു. പിങ്കി, നിൽക്ക്. നീ ഈ വീട്ടിലെ മരുമകളാ, മഹാലക്ഷ്മി. ലക്ഷ്മി വീട്ടിൽ നിന്ന് വെളിയിൽ പോയാൽ അത്ര നല്ലതല്ല. എന്നാൽ ഞാൻ അമ്മയുടെ ചാലഞ്ചിൽ തോറ്റുപോയില്ലേ? ഞാൻ ഈ ചാലഞ്ച് നിന്നെ ഒരു പാഠം പഠിപ്പിക്കാനുണ്ടാക്കിയതാ. പിന്നെ നീ നിന്റെ തെറ്റ് മനസ്സിലാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ നിന്നോ. എന്നാൽ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, നീ ഇനി ഒരിക്കലും മുതിർന്നവരെ അപമാനിക്കുകയേ ചെയ്യരുത്. അവർ പറയുന്നതൊക്കെ നിന്റെ നല്ലതിനു വേണ്ടി മാത്രമാ. പിങ്കി നനഞ്ഞ കണ്ണുകളോടെ കുസുമിനെ കെട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞ് എല്ലാവർക്കും ബാഹുബലി കച്ചവടിയും കൊടുത്തു. എല്ലാവർക്കും കുസുമിന്റെ ബാഹുബലി കച്ചവടി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു.
അവരിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു. ആന്റി, ആന്റിയുടെ ബാഹുബലി കച്ചോടി നല്ല രുചിയുണ്ട്. എനിക്കൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ആന്റി വന്ന് ബാഹുബലി കച്ചോടി ഉണ്ടാക്കിയാൽ നന്നായിരുന്നു. അതിലൂടെ ഞങ്ങളുടെ റെസ്റ്റോറന്റിനും പിന്നെ ആന്റിയുടെ ബാഹുബലി കച്ചോടിക്കും നല്ല പേര് കിട്ടും. മോളെ, ഇത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ ഉണ്ടാക്കിയത്, പ്രശംസയ്ക്ക് വേണ്ടിയല്ല. അവിടെ നടന്ന എല്ലാം കൃണാൽ വാതിലിന് പിന്നിൽ നിന്ന് കേട്ടുകൊണ്ടേ നിന്നു. അവൻ വീടിനകത്തേക്ക് വന്ന് അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. അമ്മേ, പൂജ പറഞ്ഞത് ശരിയാ. അമ്മ ബാഹുബലി കച്ചോടി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. കൃണാലും പിങ്കിയും അവരെ എൻകറേജ് ചെയ്തതുകൊണ്ട് കുസും ബാഹുബലി കച്ചോടി ഉണ്ടാക്കാൻ സമ്മതം മൂളി. എല്ലാവർക്കും ബാഹുബലി കച്ചോടി ഒരുപാട് ഇഷ്ടമായി. അവർ ആ കച്ചോടിക്ക് അമ്മായിയമ്മയുടെ ബാഹുബലി കച്ചോടി എന്ന് പേരിട്ടു. അവരുടെ ബാഹുബലി കച്ചോടി ഒരുപാട് ഫേമസുമായി. അതുപോലെ എല്ലാവർക്കും അത് കഴിക്കാനും ഇഷ്ടമായി. അമ്മേ, അമ്മയുടെ ഈ ബാഹുബലി കച്ചോടി എന്റെ ജീവിതം തന്നെ മാറ്റി. ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് അമ്മ എന്നെയും പഠിപ്പിക്കണം. എനിക്ക് ഒരമ്മയെ കിട്ടി. എനിക്ക് അമ്മ ഇല്ലല്ലോ. അതുകൊണ്ട് അമ്മയുടെ സ്നേഹം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അമ്മ കാരണം എനിക്ക് അമ്മയുടെ സ്നേഹം കിട്ടി. അന്നു മുതൽ അമ്മായിയമ്മയും മരുമകളും ഒരുപാട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചു. ഖട്മൽപൂർ എന്നൊരു ഗ്രാമത്തിൽ മഹേഷ് തന്റെ ഭാര്യ രൂപയോടൊപ്പം ജീവിച്ചിരുന്നു. മഹേഷ് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. എന്നാൽ ആ ഗ്രാമത്തിൽ ഒട്ടും ജോലി അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവന് ഒരിടത്തും ജോലി കിട്ടിയതേയില്ല. അതുകൊണ്ട് മഹേഷും രൂപയും ചേർന്ന് അതേ ഗ്രാമത്തിൽ ഒരു പാനിപ്പൂരി സ്റ്റോൾ ഓപ്പൺ ചെയ്തു. ആ ഗ്രാമജനങ്ങൾ എല്ലാവരും അവരുടെ പാനിപ്പൂരി കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു വരുമായിരുന്നു. ഖട്മൽപൂർ എന്ന ഗ്രാമം സിറ്റിയുടെ തൊട്ടടുത്തായിരുന്നതുകൊണ്ട് ഗ്രാമജനങ്ങൾക്ക് സിറ്റിയിലുള്ള പിസയും ബർഗറും ഒരുപാട് ഇഷ്ടപ്പെട്ടു വന്നു. ഇത് കാരണം അവരുടെ പാനിപ്പൂരിയുടെ സെയിൽസ് കുറഞ്ഞുകൊണ്ടേ വന്നു. മഹേഷും രൂപയും ഒരുപാട് വിഷമിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. രൂപയെ കണ്ടു. ഇന്നും നമ്മുടെ കച്ചവടം നന്നായി നടക്കുന്നതേയില്ല. ഓരോ തവണയാകുമ്പോഴും പേടിയാകുന്നു. നമ്മൾ പെരുവഴിയിലാകുമോ എന്ന്. നിങ്ങൾ എന്തിനാ ഇതിനൊക്കെ വിഷമിക്കുന്നത്? ഇന്ന് നല്ല ലാഭം കിട്ടിയാൽ അടുത്ത ദിവസം കുറച്ച് നഷ്ടം നേരിട്ടല്ലേ പറ്റൂ. അതല്ലേ സാധാരണ ബിസിനസ്സിൽ സംഭവിക്കാറ്. നമുക്ക് എന്തുകൊണ്ട് സിറ്റിയിലെ പിസ്സ പിന്നെ ബർഗറൊക്കെ ഉണ്ടാക്കിക്കൂടാ? അതിൽ നമുക്ക് നല്ല കച്ചവടം കിട്ടും. എന്തെങ്കിലും പുതുമയും വരുത്താം. മഹേഷ് രൂപയോട് മറ്റൊരു കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞതും രൂപയ്ക്കപ്പോൾ ഒരുപാട് ദേഷ്യം വന്നു. നമ്മളിനി മറ്റൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരത്തെ തന്നെ പാൽ കച്ചവടം തുടങ്ങിയിരുന്നു. അതോ ഫ്ലോപ്പായും പോയി. അതിന്റെ കടം നമ്മൾ എത്ര വർഷം അടച്ചു തീർത്തത്. ഇനി ഒരു പ്രശ്നവും നേരിടാൻ എനിക്ക് വയ്യ. ശരി ശരി, നിന്റെ ഇഷ്ടം പോലെ. കസ്റ്റമർ വന്നിട്ടുണ്ട്. അവർക്ക് പാനിപ്പൂരി കൊടുക്ക്. ഞാൻ ബാക്കി വരുന്നത് കൊണ്ടുവരാം. സിറ്റി ആ ഗ്രാമത്തിന്റെ തൊട്ടടുത്തായിരുന്നതുകൊണ്ട് ഗ്രാമത്തിലുള്ളവർ സിറ്റിയിൽ പോയി അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചിട്ട് വരുമായിരുന്നു. ഇത് കാരണം മഹേഷിന്റെ കടയിലേക്ക് ആരും വന്നിരുന്നില്ല. കണ്ടോ രൂപേ, ഞാൻ നിന്നോട് പറഞ്ഞതാ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന്. ഇപ്പോൾ നോക്ക്, പാനിപ്പൂരി ആരും വാങ്ങുന്നില്ല. ഇതിനുള്ള പ്രതിവിധി നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. വരൂ, ഇന്ന് കസ്റ്റമേഴ്സും ഇല്ല. നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം. മഹേഷും രൂപയും കടയടച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വഴിയിലുണ്ടായിരുന്ന മാർക്കറ്റിൽ അവർ ഒരു പിസ്സ കട കണ്ടു. ആ കടയിൽ ആരും ഇല്ലാത്തത് കണ്ട് അവർ രണ്ടുപേരും ആ കടയിലേക്കും പോയി. ആ കടയുടെ അകത്ത് ദീപക്കും ഭാര്യ നീലമും കച്ചവടം നന്നായി നടക്കാത്തതുകൊണ്ട് ഈച്ചയും അടിച്ചിരിക്കുകയായിരുന്നു. ഇത് കണ്ട് മഹേഷ് ദീപക്കിനോട് ഇങ്ങനെ പറഞ്ഞു. എന്താ ദീപക് ചേട്ടാ, തനിച്ചാണല്ലോ? ആ മഹേഷ്, വരൂ വരൂ. തന്റെ കച്ചവടം എങ്ങനെ നടക്കുന്നടോ? ഇവിടെ ഒരു കച്ചവടവും ഇല്ല. രാവിലെ മുതൽ ഒറ്റ പൈസ കിട്ടിയില്ല. ചേട്ടാ, ഞങ്ങൾക്കും കച്ചവടമൊന്നുമില്ല. അതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകുക. മഹേഷും രൂപയും ദീപകിനോട് സംസാരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി. ദീപകിന്റെ പിസ്സ കടയുടെ അവസ്ഥ കണ്ട് മഹേഷ് ഒരുപാട് വിഷമിക്കാൻ തുടങ്ങി. നീ കണ്ടതല്ലേ, ആർക്കും കച്ചവടമില്ല. പിസ്സയ്ക്കുമില്ല, പാനിപൂരിക്കുമില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? വീട്ടുചിലവ് എങ്ങനെ നോക്കും? എന്റെ കയ്യിൽ ഒരു പ്ലാനുണ്ട്. നിങ്ങൾ പോയി ദീപക് ചേട്ടന്റെ കയ്യിൽ നിന്നും പിസ്സ വാങ്ങൂ. നമ്മുടെ കയ്യിൽ പാനിപ്പൂരി ഉണ്ടാക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പിസ്സ വാങ്ങി നമുക്ക് പിസ്സ പാനിപ്പൂരി ഉണ്ടാക്കി വിൽക്കാം. ഇത് ഈ ഗ്രാമത്തിലുള്ള ആരും തന്നെ കഴിച്ചിട്ടുണ്ടാവില്ല. പിസ്സ പാനിപ്പൂരി? അതെങ്ങനെ? അത് പിസ്സ പാനിപ്പൂരിയാ. നമുക്ക് പാനിപ്പൂരിക്കകത്ത് പിസ്സ ഫ്ലേവറും പിന്നെ അതിന്റെ മസാലയും വെച്ച് വിൽക്കാം. നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂ. നമ്മുടെ കട നല്ല രീതിയിൽ പോകും. കച്ചവടം നടക്കണം. നീ നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയി ഒരുപാട് നാളായില്ലേ? മഹേഷ് രൂപ പറയുന്നത് കേട്ട് ദീപകിന്റെ കടയിൽ നിന്നും പിസ്സയ്ക്ക് ആവശ്യം വരുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവന്നു.
പിന്നെ രൂപ പറഞ്ഞതുപോലെ മഹേഷ് പിസ്സ പാനിപ്പൂരി ഉണ്ടാക്കിയെടുക്കാനും തുടങ്ങി. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സമയം വൈകുന്നേരവുമായി. ഇവിടെ അവസാനം പിസ്സ പാനിപ്പൂരിയും റെഡിയായി. അപ്പോൾ ആ പിസ്സ പാനിപ്പൂരിയുടെ ഭംഗി കണ്ട് രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചു. നോക്കൂ, എന്ത് മനോഹരമാണ്. ഞാൻ കഴിച്ചും നോക്കി. ഇങ്ങനെ രുചിയുള്ള ഒരു വിഭവം ഞാൻ ഇതുവരെ കഴിച്ചിട്ടേയില്ല. എന്റെ ഭാര്യയെ, നമ്മുടെ ജീവിതം മാറാൻ പോകുന്നു. നോക്കൂ, ഒരുപാട് എക്സൈറ്റ് ആവണ്ട. നോക്കൂ, കസ്റ്റമേഴ്സ് വരാനുള്ള സമയമായി. എല്ലാം നന്നായി തീർന്നാൽ മതിയായിരുന്നു. ആ സമയത്തിൽ അവരുടെ കടയിലേക്ക് ഒരു വൃദ്ധനും അയാളുടെ മകനും വന്നു. അവർ ആ പിസ്സ പാനിപ്പൂരി കഴിച്ച് ഇങ്ങനെ പറഞ്ഞു: അയ്യോ, എന്തു രുചിയുള്ള പാനിപ്പൂരിയാണ്, അതും നമ്മുടെ ഗ്രാമത്തിലോ. ഇതിന് നല്ല രുചിയുണ്ട്. മോനെ, ഒരു പ്ലേറ്റ് പാർസൽ എടുക്ക്. ഇത് ഞാൻ കൊണ്ടുപോയി എന്റെ അയൽവക്കത്തുള്ള ആൾക്കാർക്കും കൊടുക്കട്ടെ. വേറെ എന്താകാനാണ്, മഹേഷിന്റെ പിസ്സ പാനിപ്പൂരി സൂപ്പർ ഹിറ്റായി മാറി. മഹേഷിനും രൂപയ്ക്കും എന്തോ ലോട്ടറി അടിച്ചതുപോലെയായി. ആ ഗ്രാമം മുഴുവനും എല്ലാവരും പിസ്സ പാനിപ്പൂരിയെ കുറിച്ച് തന്നെ പറഞ്ഞു. അങ്ങനെ മഹേഷ് ഒരു വലിയ പിസ്സ പാനിപ്പൂരിയുടെ കടയും തുടങ്ങി. എന്നാൽ ഇതെല്ലാം ദീപക്കിനും അവന്റെ ഭാര്യ നീലത്തിനും സഹിക്കാനേ പറ്റിയില്ല. ഇത് കണ്ട് ദീപക്കിനോട് നീലം ഇങ്ങനെ പറഞ്ഞു: കണ്ടോ നമ്മുടെ കച്ചവടം എങ്ങനെ അവർ നഷ്ടത്തിലാക്കിയെന്ന്. നമ്മുടെ കടയിൽ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പിസയുടെ സാധനങ്ങളും വാങ്ങി നമ്മുടെ നെഞ്ചത്ത് തന്നെ നല്ലതുപോലെ അടിച്ചു. അവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ സന്തോഷിക്കുന്നത്. ആ, നമ്മുടെ വ്യാപാരവും നന്നായി മുൻപോട്ട് പോകുന്നില്ലേ? ചിലവിനൊന്നും കുഴപ്പമില്ലല്ലോ. ഇത്രയൊക്കെ മതിയെന്നേ. നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാലല്ലേ? ഞാൻ പറയുന്നില്ലേ, നമ്മുടെ കച്ചവടം നമുക്ക് വിപുലീകരിച്ചേ പറ്റൂ. ആ മഹേഷിനെയും രൂപയെയും പോലെ നമ്മളും പിസ്സ പാനിപ്പൂരി ഉണ്ടാക്കി വിറ്റേ പറ്റൂ. ഇങ്ങനെ നമുക്കും കുറച്ച് സമ്പാദിക്കാം. പിന്നെ നമുക്കും ഒരു വലിയ കടയങ്ങ് തുടങ്ങാം. നീലം വാശി പിടിച്ചതുകൊണ്ട് ദീപക്കിന് പിസ്സ പാനിപ്പൂരി കട തുടങ്ങേണ്ടതായി വന്നു. മഹേഷിന്റെ പിസ്സ പാനിപ്പൂരി കടയുടെ മുൻപിൽ തന്നെ അവരും അവരുടെ സ്വന്തം പിസ്സ പാനിപ്പൂരി കടയും തുറന്നു. ഈ കാര്യങ്ങളെല്ലാം മഹേഷും രൂപയും അറിഞ്ഞതും അവർ അത് കണ്ട് ഒട്ടും തന്നെ അസൂയപ്പെട്ടില്ല. അതിനു പകരം മഹേഷ് ദീപകിന്റെ കട കണ്ട് രൂപയോട് ഇങ്ങനെ പറഞ്ഞു: ദീപക് ചേട്ടൻ കട തുറന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും പിസ്സ പാനിപ്പൂരി ഇഷ്ടമായെന്ന് തോന്നുന്നു. എന്തായാലും നന്നായി. അദ്ദേഹത്തിൽ നിന്നല്ലേ നമ്മൾ പഠിച്ചത്. എല്ലാം നല്ലതിനാ. ആ ദൈവത്തിന്റെ കൃപ കൊണ്ട് അവരുടെ കടയും നല്ല രീതിയിൽ പോകണം. എന്നാൽ അങ്ങനെ സംഭവിച്ചതേയില്ല. ദീപകിന്റെയും നീലമിന്റെയും കട നന്നായി മുൻപോട്ട് പോയില്ല. കസ്റ്റമേഴ്സ് വരാത്തതുകൊണ്ട് ഇപ്പോഴും അവർ ഈച്ച ഓടിക്കുകയായിരുന്നു. അവരുടെ ഈ അവസ്ഥ കണ്ട് രൂപ മഹേഷിനോട് ഇങ്ങനെ പറഞ്ഞു: നോക്കൂ, നമുക്ക് ദീപക് ചേട്ടനെ സഹായിച്ചേ പറ്റൂ. ഒരുപാട് നാളായി അവർക്ക് ഒരു കസ്റ്റമേഴ്സിനെയും കിട്ടിയില്ല. നമ്മൾ വേണം എങ്ങനെയെങ്കിലും അവരുടെ കഷ്ടപ്പാട് മാറ്റാൻ. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കട അവർക്ക് നോക്കാൻ കൊടുത്തുകൂടാ? ദൈവകാരുണ്യം കൊണ്ട് നമ്മുടെ കട ഇപ്പോൾ നല്ല രീതിയിലാണ് പോകുന്നത്. നല്ല ലാഭവും കിട്ടുന്നു. അവരോട് നമ്മുടെ കടയിൽ ജോലി നോക്കാൻ പറയാം. നമുക്ക് വീണ്ടും മറ്റൊരു കടയും ഓപ്പൺ ചെയ്യാം. അവിടെയും നമുക്ക് പിസ്സ പാനിപ്പൂരി വിൽക്കാം. എന്നാൽ ഇതിനൊക്കെ അവർ സമ്മതിക്കുമോ? വരൂ, നമുക്ക് പോയി ചോദിക്കാം. മഹേഷും രൂപയും രണ്ടുപേരും ദീപകിന്റെ കടയിലേക്ക് പോയി അവരോട് അവരുടെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞു. ഇതിനെക്കുറിച്ച് ദീപകിന്റെയും നീലത്തിന്റെയും അഭിപ്രായവും ചോദിച്ചു. ഞങ്ങൾക്ക് ഇതിനോട് സമ്മതമാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ജോലി നോക്കാം. നിങ്ങൾ ഞങ്ങളുടെ കഷ്ടകാലത്തിൽ സഹായിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ഇത് മറക്കുകയേയില്ല. നിങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് നന്ദി. ഞങ്ങൾ നിങ്ങളുടെ കട വളരെ നന്നായി നോക്കാം. അങ്ങനെ തന്നെ സംഭവിച്ചു. മഹേഷും രൂപയും ഒരു പുതിയ കട തുടങ്ങി. ആ പുതിയ സ്ഥലത്തിലും അവർ പിസ്സ പാനിപ്പൂരി കച്ചവടം തുടങ്ങി. പിന്നെ ദീപകിനോടും നീലത്തിനോടും അവരുടെ പഴയ കച്ചവടം നോക്കാനും പറഞ്ഞു. ഇങ്ങനെ രണ്ടു കുടുംബങ്ങളും ജീവിതത്തിൽ നന്നായി മുന്നേറി.